ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് ക്വസ്റ്റ്യനുകൾ. അതായത് നിങ്ങളിത് നോക്കുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ നമ്മൾ റൂട്ട് എടുത്തു കഴിഞ്ഞാലും റൂട്ടിനകത്തൊരു റൂട്ട് വരും, ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ, എസ് എസ് സിക്ക് ഇങ്ങനെ തരുന്ന ക്വസ്റ്റ്യൻ പൊതുവെ എല്ലാം തന്നെ ഈ കൊടുത്തിരിക്കുന്ന നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. അതൊന്നെങ്കിൽ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്നൊരു ഫോർമാറ്റിലായിരിക്കണം, അല്ലെങ്കിൽ എ മൈനസ് ബി എന്നൊരു ഫോർമാറ്റിലായിരിക്കും. ഇനി നമ്മൾ അതെങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടുക്കത്തെ സൈൻ നോക്കിയാൽ മതി. ഇവിടെ പ്ലസ് സൈൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു നമ്പർ 97 പ്ലസ് 56√3 അതെന്ന് പറയുന്നത് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഒരു ഫോർമാറ്റിൽ എഴുതാൻ പറ്റിയ ഒരു നമ്പർ ആയിരിക്കും. ഓക്കെ, നമുക്കിവിടെ 2 പ്രാവശ്യം റൂട്ട് എടുക്കുന്നതുകൊണ്ട് നമുക്ക് ആദ്യം ഫസ്റ്റ് റൂട്ട് എടുക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് നോക്കാം. ആദ്യം സ്ക്വയർ റൂട്ട് എടുത്ത് നോക്കാം. അപ്പോൾ 97 പ്ലസ് 56√3 നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിൽ എഴുതാൻ പറ്റും. അതായത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എ ബി എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ ഇതിന് എഴുതാൻ പറ്റും. ഇതിനകത്ത് എപ്പോഴും ഈ ഒരു ടേം എന്ന് പറയുന്നത് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയറിന് കറസ്പോണ്ടിങ് ആയിരിക്കും. ഈ ഒരു ടേം എന്ന് പറയുന്നത് 2ab കറസ്പോണ്ടിങ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 97 ആയിരിക്കും. അപ്പോൾ 2ab എന്ന് പറയുന്നത് 56√3 ആയിരിക്കും. ഇത് 56√3 ആണെങ്കിൽ എ ബിയുടെ വാല്യൂ നമുക്ക് 28√3 എന്നായിരിക്കും. ഓക്കെ, ഇനി ചെയ്യേണ്ടത് നമുക്ക് എ ബി 2 നമ്പർ, അതിൻ്റെ പ്രോഡക്റ്റ് 28√3 കിട്ടണം. അതേസമയം എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 97 കിട്ടണം. അതായത് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 നമ്പറിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതണം. അപ്പം ഞാനിവിടെ 7×4√3 എന്ന് എനിക്ക് ഒരു രീതിക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അതായത് എ 7ഉം ബി 4√3 എന്ന് എനിക്ക് എടുക്കാം. അതുപോലെ ആണെങ്കിൽ എനിക്ക് 28ഉം√3 എന്ന് എടുക്കാം. ഇതിൽ ഇങ്ങനെ ഏത് സംഭവത്തിലാണോ, ഇങ്ങനെ കുറേ ഓപ്ഷൻ വരും, ഇതിൽ ഏതിലാണോ നമുക്ക് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ 97 കിട്ടുന്നതെന്ന് നോക്കാം. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ 28ഉം√3 എടുക്കുമ്പോൾ തന്നെ 28ൻ്റെ സ്ക്വയർ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അത് നടക്കത്തില്ല. വേറെ ഓപ്ഷനൊക്കെ ഉണ്ട്, ഞാനിപ്പോൾ 2 കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ എ ബി 7ഉം√3 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എ സ്ക്വയർ 49, ബി സ്ക്വയർ 16ഉം 3, 16 × 3 48. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 97 വരും. അതിനർത്ഥം നിങ്ങൾക്ക് എ 7 എന്നും ബി 4√3 എന്നും എടുക്കാം. അപ്പോൾ ഈ ഒരു നമ്പറിനെ എനിക്ക് ആക്ച്വലി 7 പ്ലസ് 4√3 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, നമുക്കിതിന് 4th റൂട്ട് എടുക്കേണ്ട. അപ്പോൾ ഒരു പ്രാവശ്യം റൂട്ട് എടുക്കുമ്പോൾ എത്ര വരും? 7 പ്ലസ് 4√3. നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെയും എന്ത് ചെയ്യണം? റൂട്ട് എടുക്കണം. ഇതിൻ്റെയും റൂട്ട് എടുക്കണം. ഉറപ്പായിട്ടും ഈ നമ്പരും ഒരു നമ്പർ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്ന ഫോർമാറ്റിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ചെയ്യാൻ പോവാണ് എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ രണ്ടാമത്തെ കേസിൽ എന്ത് വേണം? 7 കിട്ടണം. അതേസമയം 2ab 4√3 കിട്ടണം. ഓക്കെ, ഇവിടെ കട്ട് ചെയ്ത് പോയി. എ ബി എന്ന് പറയുന്നത് 2√3 എന്ന് കിട്ടി. അപ്പോൾ ഇതിന് രണ്ട് ഫാക്ടേഴ്സിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എനിക്ക് 2 × √3 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 2ൻ്റെ സ്ക്വയർ 4, √3ൻ്റെ സ്ക്വയർ 3, 4 3 7. അപ്പോൾ അതിനർത്ഥം എന്താണ്? ഈ ഒരു നമ്പറിനെ എനിക്ക് 2 + √3 ദ ഹോൾ സ്ക്വയറിനെ എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? 4th റൂട്ട് അല്ലേ, ഒരു പ്രാവശ്യം റൂട്ട് എടുത്തു, ഇനി ഒരു പ്രാവശ്യം റൂട്ട് എടുക്കണം. അപ്പോൾ എത്ര വരും? 2 + √3 എന്ന് വരും. 2 + √3 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ ഈസിയായി. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് റൂട്ട് ഓഫ് എക്സ്, 4th റൂട്ട് ഓഫ് എക്സ്, അത് നമ്മൾ കണ്ടുപിടിച്ച് എന്താ? 2 + √3 എന്ന് കണ്ടുപിടിച്ചു. പ്ലസ് 1/2 + √3. ഓക്കെ, ഇവിടെ നമ്മൾ കോഞ്ചുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 2 + √3 വരും. പ്ലസ് ഇവിടെ 2 - √3 വരും. താഴെ 2ൻ്റെ സ്ക്വയർ 4 - 3. ഓക്കെ, ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്ത് വരും? 2 + √3 പ്ലസ് 2 - √3 എന്ന് പറഞ്ഞു വരും. ഫൈനൽ ആൻസർ എത്ര ആയിട്ട് വരും? 4 ആയിട്ട് വരും. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ.